أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും റിളയും കരഗതമാക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് മരിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ഒരു ദൃഷ്ടാന്തമായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. പവിത്ര മാസങ്ങളിൽപ്പെട്ട റജബിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്തും അതിൻ്റെ അവസാന സമയങ്ങളിലുമൊക്കെ ഇസ്രാ മിഅ്റാജുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളും പോസ്റ്റുകളും സന്ദേശങ്ങളും സംസാരങ്ങളും ഒക്കെ ലഭിക്കാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അമാനുഷികമായ അത്ഭുതകരമായ ദൃഷ്ടാന്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നത് റജബിലാണ് എന്ന നിലക്കാണ് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ റജബിലുമാകാം എന്ന ഒരു അഭിപ്രായമുണ്ട് എന്നല്ലാതെ റജബിൽ തന്നെയാണ് എന്നതിന് ഗണ്യതമായ പ്രബലമായ പ്രമാണമില്ല. റജബിലാണ്, റമദാനിലാണ്, റബീഉൽ അവ്വലിലാണ് എന്നിങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു വലിയ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ, പ്രവാചക ജീവിതത്തിന്റെ നിസ്സഹായകമായ നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആദരിച്ച് ചേർത്ത് പിടിച്ച ഇസ്രാ മിഅ്റാജ് വായിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില സംക്ഷിപ്ത സന്ദേശങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിൽ ഇസ്രായിനെ കുറിച്ചും രാപ്രയാണത്തെ കുറിച്ചും, അതേപോലെ തന്നെ സൂറത്തുൻ നജ്മിലെ 10 ആയത്തുകൾക്ക് ശേഷമുള്ള 13 മുതൽ 18 വരെയുള്ള സൂക്തങ്ങളിലും തുടർന്നു മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും വിഷയങ്ങളിൽ ആളുകൾ പലതരക്കാരാണ്, പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലാണ്. ചില ആളുകൾ അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കപ്പെടരുത് എന്ന നിലക്ക് പൂർണ്ണമായ പ്രമാണ നിഷേധം അവിഷേകമായി വെച്ചു പുലർത്തുന്നവരുണ്ട്. മറ്റു ചില ആളുകൾ നമുക്ക് ഇസ്രാ അംഗീകരിക്കാം, പക്ഷേ മിഅ്റാജ് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന നിലക്ക് വിലയിരുത്തുന്നവരുണ്ട്. മറ്റു ചില ആളുകൾ ശാസ്ത്രീയമായും ബുദ്ധിപരമായും ഇസ്രായിനെയും മിഅ്റാജിനെയും വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്രത ശ്രമങ്ങൾ നടത്തുന്നവരുമുണ്ട്.
വേറെ ചില ആളുകൾ അത്ഭുതകരമായി സംഭവങ്ങൾ, അങ്ങേയറ്റത്തെ ദൃഷ്ടാന്തമാണ്, നിരവധി അത്ഭുതങ്ങൾ സംഗമിക്കുന്ന വലിയ ഒരു മഹാസംഭവത്തെ വീണ്ടും അതിശയോക്തി കലർത്തിക്കൊണ്ട് ഇല്ലാത്തത് പറഞ്ഞ് അതുവഴി അനാചാരങ്ങളിലേക്കും അതിശയോക്തികളിലേക്കും ഒക്കെ വിശദീകരിക്കപ്പെടുന്ന രംഗങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി, വ്യത്യസ്തമായി വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും, ഇപ്പോൾ നേരത്തെ പാരായണം ചെയ്തതും പറഞ്ഞു വെച്ചതുമായ ആയത്തുകളിലും പ്രബലമായ 25ഓളം ഹദീസുകളിലും സ്ഥിരപ്പെട്ട ഇസ്രായിനെയും മിഅ്റാജിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച പ്രാമാണിക തലത്തിൽ നിന്നുകൊണ്ടുള്ള വായനയാണ് ശരിയാം വിധത്തിലുള്ളത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഇനി പ്രവാചക ജീവിതത്തിൽ ഈ സംഭവം നടക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന മേഖലകളിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന ജീവിത രംഗങ്ങളിലാണ്. ആമുൽ ഹുസ്നി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ദുഃഖവർഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ താങ്ങും തണലുമായി വീട്ടിൽ ഐശ്വര്യമായി മാറിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അതേപോലെ തന്നെ അബൂ ത്വാലിബ് പ്രബോധന മേഖലകളിൽ ഇസ്ലാമിക വൃത്തത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും തന്റെ സഹോദര മകന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് സംരക്ഷണമേകിയ അബൂ ത്വാലിബ് മരണപ്പെട്ടു. അതിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തും ഒറ്റപ്പെട്ട സമയങ്ങൾ, പീഡനങ്ങള്, ബഹിഷ്കരണങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ നിൽക്കക്കള്ളിയില്ലാതെ ഉമ്മയുടെ നാട്ടിലേക്ക്, ത്വായിഫിലേക്ക് പോകുകയാണ്. അവിടെ ഉമ്മയുടെ നാട്ടുകാര് തന്നെ സംരക്ഷിക്കും, വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്നും പ്രതികൂലമായ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. കൂക്കുവിളിയും അതേപോലെ തന്നെ കല്ലേറുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തിരിച്ചോടിക്കുകയാണ്. ആ ചരിത്രത്തിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ എല്ലാ നിലക്കും പ്രവാചകൻ അങ്ങേയറ്റത്തെ മാനസിക സംഘർഷത്തിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ദഅവത്ത് നിർവഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധ്യൻ. സത്യസന്ധമായ ആ ദഅവത്ത് നിർവഹിച്ച് ഞാനിങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഈ സമൂഹം എന്നെ അൽ അമീൻ, സത്യസന്ധൻ എന്ന നിലക്ക് വിശേഷിപ്പിച്ച് കൊണ്ടു നടന്നു. പക്ഷേ ഞാനിതാ അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് 1 മാസത്തിലധികം ദൈർഘ്യമുള്ള വഴിസഞ്ചാരമുള്ള ജെറൂസലേമിലെ, ഷാമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 1-ാം സൂക്തം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. ആയത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങളാണ് അറിയിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ പ്രയോഗം നടത്തിയത് എന്ന് തഫ്സീർ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരമപരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ചിരിക്കുകയാണ്, രാത്രി കൊണ്ടുപോയിരിക്കുകയാണ്. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേയറ്റത്തുള്ള പള്ളി എന്ന അർത്ഥമാണ് മസ്ജിദുൽ അഖ്സ എന്നതിന്റെ. അതാണ് 1 മാസത്തിലധികം സഞ്ചരിക്കേണ്ട ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിച്ചിരിക്കുകയാണ്. അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ രാപ്രയാണം ചെയ്യിച്ചത്? ലിനുരിയഹു, അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു എന്ന്. അപ്പൊ ഇതിനാണ് ഇസ്രാ എന്ന് പറയുക. പ്രവാചകനെ മക്കയിൽ നിന്ന് ഒരൊറ്റ രാവിന്റെ അല്പസമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദിസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.
ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെയുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സംസ്കരിക്കുന്നു. ബുറാഖ് എന്ന വാഹനം തയ്യാറാക്കി നിർത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ കയറ്റിക്കൊണ്ട്, ബുറാഖ് എന്ന് പറഞ്ഞാൽ തന്നെ മിന്നൽ എന്നാണ് അതിന്റെ അർത്ഥം. ബർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അഥവാ പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ, വിശദാംശങ്ങളുടെ, വിശകലനങ്ങളുടെ, അകമ്പടിയുടെ ആവശ്യമില്ല. കാരണം ഇത് മുഅ്ജിസത്താണ്. ഇത് മുഅ്ജിസത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വടി നിലത്തിടാൻ പറഞ്ഞു, പാമ്പായി മാറുകയാണ്, മുഅ്ജിസത്താണ്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് അസുഖം ബാധിച്ചവരുടെ അസുഖം മാറ്റുകയാണ്, അന്ധന്മാർക്ക് കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ഇടപെടുന്നു എന്നാണ്. സൂറത്തു റഅദിലും സൂറത്തു ഗാഫിറിലും അത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഅ്ജിസത്താണ്. ബുറാഖ് എന്ന വാഹനത്തിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിൽ എത്തുകയാണ്. എന്നിട്ട് അവിടെ എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി നമസ്കരിക്കുകയാണ്. വല്ലാത്തൊരു രംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ വെച്ച് മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിക്കുന്നു. അതിനുശേഷമാണ് മിഅ്റാജ്, ആകാശാരോഹണം നടക്കുന്നത്. അവിടെ നിന്ന് മിഅ്റാജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അരുമ ശിഷ്യനെ എത്തിക്കുകയാണ്. ആ പൂക്കിനെ കുറിച്ചും ആ ആകാശാരോഹണത്തെ കുറിച്ചും മിഅ്റാജിനെ സംബന്ധിച്ചും ഹദീസുകളിൽ കൃത്യമായി പ്രബലമായ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. ഓരോ ആകാശത്തേക്ക് ജിബ്രീലിന്റെ കൂടെ കടക്കുന്ന സമയത്ത് ഒന്നാം ആകാശത്ത് ചോദിക്കപ്പെടുകയാണ് ആരാണ് എന്ന്. ജിബ്രീലാണെന്ന് പറയാൻ, കൂടെ ആരാണ് എന്ന് ചോദിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആകാശം തുറക്കപ്പെടുകയാണ്. ഒന്നാം ആകാശത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുകയാണ്. പിന്നീട് അടുത്ത ആകാശങ്ങളിൽ യഹ്യ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7ാം ആകാശത്തെത്തുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. എല്ലാ പ്രവാചകന്മാരും സലാം പറയുകയാണ്. ഇബ്നു സ്വാലിഹ്, അഖു സ്വാലിഹ്, നല്ല സ്വാലിഹായ പ്രവാചകൻ എന്ന രൂപത്തിൽ സമാധാന സന്ദേശം കൈമാറി സലാം പറഞ്ഞ് ഒരാകാശത്തിൽ നിന്ന് അടുത്ത ആകാശത്തിലേക്ക് യാത്രയാക്കുകയാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഅ്മൂറിനെ ചാരിയിരിക്കുന്ന രംഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. എന്താണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്? ഭൂമിയിലെ കഅബക്ക് സമാനം ആകാശ ലോകത്തുള്ള കഅബയാണ്. പടച്ചറബിന്റെ തസ്ബീഹ് നടത്തിക്കൊണ്ട് ഒരു സമയത്ത് 70,000-ത്തിലധികം മാലാഖമാർ പ്രവേശിക്കുകയും പിന്നീട് അവർ തിരിച്ചു വരാതിരിക്കുകയും എണ്ണമറ്റ മലായികത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തനം നടത്തിക്കൊണ്ട് ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബൈത്തുൽ മഅ്മൂറിനെ ചാരിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൂടെ പിഞ്ചു മക്കളുണ്ട്. ആരാണത് എന്ന് ചോദിക്കുമ്പോൾ കൊല്ലപ്പെട്ടവര്, ഇളം പ്രായത്തില് മരണപ്പെട്ടവര്, അവർ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയാണ് എന്ന്. ഗസ്സയുടെ വിഷയം, കൊല്ലപ്പെടലിന്റെ വിഷയം 46,000 കടന്ന് 50,000-ത്തിലേക്ക് എത്തുന്ന സമയങ്ങളിൽ ഗസ്സയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഉന്മൂലനം നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ 4,000-ത്തോളം പിഞ്ചു പൈതങ്ങളാണ്, 3 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഭൗതിക കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് സങ്കടപ്പെടാം. ആത്മീയമായ വായന നടത്തുമ്പോൾ അനശ്വരമായ പരലോക ജീവിതത്തില് ബൈത്തുൽ മഅ്മൂറിന്റെ ചാരത്ത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓരത്ത് ആ മക്കൾ അവിടെ കളിച്ചുല്ലസിക്കുകയാണ് എന്ന് മിഅ്റാജ് നമ്മെ അറിയിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സിദ്റത്തുൽ മുൻതഹയിലേക്ക് എത്തുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള ആ സംഭാഷണം സൂറത്തുൻ നജ്മില് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ജിബ്രീൽ പോലും പറയാ പ്രവാചകനോട്, തഖദ്ദം യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ഇനി ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല, ഇനി പടച്ച റബ്ബിന്റെ സവിധത്തിലേക്ക്, സന്നിധിയിലേക്കാണ് താങ്കൾ നീങ്ങുന്നത്. ജിബ്രീലിന് പോലും അലൗഡല്ലാത്ത സ്ഥലത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. അതിൽ ഹദീസുകളിൽ ചർച്ചയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
പ്രവാചകൻ നേർക്കുനേരെ കണ്ടുവോ ഇല്ലയോ എന്ന്. അതിൽ പ്രബലമായ റിപ്പോർട്ട് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേർക്കുനേരെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ ആയത്തിന്റെയും 26-ാം അധ്യായം സൂറത്തു ശുഅറയിലെ 51-ാമത്തെ ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്കുനേരെ കണ്ടു എന്ന് ചിലർ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ലാ തുദ്രികുൽ അബ്സാറ, പടച്ച റബ്ബിനെ കണ്ണുകൾക്ക് കണ്ടെത്തുവാൻ സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാർ, അള്ളാഹുവാണ് കണ്ണുകളെ കണ്ടെത്തുന്നത് എന്ന്. അഥവാ പടച്ച റബ്ബിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ളവർക്ക് നേർക്കുനേരെ കാണുവാനുള്ള സൗഭാഗ്യ സമയം എന്ന് പറയുന്നത് പരലോക സമയത്താണ്, അന്ത്യനാളിലാണ്, വിചാരണയ്ക്ക് ശേഷമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അബൂദർ അൽ ഗഫാരി പിന്നീട് മദീന ജീവിതത്തിൽ പ്രവാചകരെ അന്ന് നിശാ യാത്രയിൽ മിഅ്റാജിന്റെ സമയത്ത് താങ്കൾ അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടുപോയെന്ന് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അങ്ങേയറ്റത്തെ വെളിച്ചമല്ലേ, ഈ സമയത്ത് നമുക്ക് കാണുവാൻ അങ്ങനെ സാധ്യമല്ലല്ലോ എന്ന്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിച്ച പ്രവാചകനാണ്, കലീമുള്ളയാണ്. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോ ഫലമ്മാ തജല്ലാ റബ്ബഹു, അങ്ങനെ കാണുന്നതിന് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രകാശം വന്നടഞ്ഞപ്പോൾ തന്നെ എന്ന ഖുർആൻ പ്രയോഗിച്ചത് ആ പ്രകാശം കൊണ്ട് മലകൾ ഉടഞ്ഞുപോയി പൊടിയായി തീർന്നു എന്നാണ്. അഥവാ അന്ത്യനാളിലേക്ക്, അനശ്വര ലോകത്തേക്ക്, പരലോകത്തേക്ക്, യൗമുൽ ഖിയാമയിലേക്ക്, സ്വർഗപ്രവേശനത്തിന്റെ മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേർക്കുനേരെ കാണുക എന്നത് മനുഷ്യർക്ക് അശക്തമാണ് എന്നാണ് ഈ ആയത്തുകളും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റു ചില ഹദീസുകളുടെ വ്യാഖ്യാനമായി കൊണ്ട് റആഹു ബിഫുആദിഹി, പ്രവാചകൻ തന്റെ ഹൃദയം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടത് എന്നാണ്. ഞങ്ങൾക്ക് അല്ലാഹുവിനെ അങ്ങനെ പൂർണ്ണമായി കാണുവാൻ സാധിക്കുമോ എന്ന് സഹാബികൾ ചോദിച്ച സമയത്ത് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വെച്ച് പടച്ച റബ്ബിനെ പൂർണ്ണമായി കാണുവാൻ കഴിയുമോ? കാണും. നിങ്ങൾക്ക് സൽക്കർമ്മകാരികളാണ് എങ്കിൽ, സന്മാർഗികളാണ് എങ്കിൽ, മുവഹിദുകളാണ് എങ്കിൽ, തൗഹീദി വിശ്വാസമുണ്ട് എങ്കിൽ, പ്രവാചക ചര്യ കൊണ്ടു നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അമ്പിളിയെ പൂർണ്ണ ചന്ദ്രനെ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിലുപരിയായിക്കൊണ്ട് നിങ്ങളുടെ സംരക്ഷകനെ, സ്രഷ്ടാവിനെ നിങ്ങൾക്ക് പരലോകത്ത് വെച്ച് കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവാചകൻ അറിയിച്ചതാണ്. അതാണ് സൂറത്തുൽ ഖിയാമയിൽ ഉജൂഹു യൗമൈദിൻ നാദിറ, അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരും. പടച്ച റബ്ബിനെ അന്ത്യനാളിൽ വെച്ച് വിചാരണയ്ക്ക് ശേഷം സ്വർഗലബ്ധിയുള്ള ആളുകൾക്ക് കാണുവാൻ കഴിയുമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും കാണാൻ സാധിച്ചില്ല, പക്ഷേ ശബ്ദം കേട്ടു, സംഭാഷണം നടന്നു. സിദ്റത്തുൽ മുൻതഹക്കപ്പുറം അഭൗതിക ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള സംഭാഷണം. അവിടെ വെച്ച് വാഗ്ദാനങ്ങൾ നൽകി. 3 സമ്മാനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അതിൽ ഒന്ന് നമസ്കാരമാണ്. മിഅ്റാജിന്റെ സമയത്ത് പ്രവാചകന് ലഭിച്ച ഗിഫ്റ്റാണ്. ഈ ഉമ്മത്ത് നിർവഹിക്കേണ്ട ഇബാദത്തായി നേർക്കുനേരെ നൽകപ്പെട്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185, 186 സൂക്തങ്ങൾ. ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഉറങ്ങുന്ന സമയത്തും നമസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യൽ സുന്നത്തായിട്ടുള്ള അർത്ഥസഹിതം ആലോചിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് പാരായണം ചെയ്യേണ്ട 2 സൂക്തങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭൂമിയിൽ വെച്ച് വഹിയിലൂടെ ജിബ്രീൽ കൊടുത്തതല്ല, മറിച്ച് നേർക്കുനേരെ പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ്. നമസ്കാരവും അങ്ങനെയാ. സക്കാത്ത് വഹിയിലൂടെ, ജിബ്രീലിലൂടെ ഈ ഭൂമിയിൽ വെച്ചാണ് പഠിപ്പിക്കപ്പെട്ടത്. ഹജ്ജും അങ്ങനെയാണ്. അതേപോലെ തന്നെ സക്കാത്തും ഹജ്ജും നോമ്പും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ നൽകിയതാ. അതുകൊണ്ടാണ് നമസ്കാരത്തെ കുറിച്ച് പറയാറുള്ളത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ് എന്ന്. നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുമായി സംഭാഷണം നടത്തുന്ന അനുഭൂതിയിലേക്ക് കടന്ന് നിർവഹിക്കേണ്ടതാണ് നമസ്കാരം. അതുകൊണ്ടാണ് ഫാത്തിഹ ഓതുമ്പോൾ എനിക്കും എൻ്റെ അടിമകൾക്കിടമിടക്ക് അത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അടിമയങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഹമിദനി റബ്ബി ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് മലക്കുകളോട് പറയുമെന്നാണ്.
ഒക്കെ നമസ്കാരം വിഷയം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് നേർക്ക് നേരെ നൽകപ്പെട്ട നമസ്കാര വിഷയത്തിൽ ഈ ഉമ്മത്ത് ഉദാസീനത കാണിക്കുന്നതിന്റെ പ്രയാസങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ മൂന്നാമതായി ലഭിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഓഫർ, ആരാണോ ശിർക്ക് കലരാതെ വിശ്വാസത്തെ വിശുദ്ധമാക്കി മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. തൗഹീദിന്റെ പ്രാധാന്യവും വിശ്വാസ വിശുദ്ധിയും അറിയിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ സമ്മാനമായി നൽകപ്പെട്ടു. തിരിച്ച് അള്ളാഹുവിന്റെ റസൂല് വരികയാണ്. അതിനിടക്ക് നരകശിക്ഷയെ കുറിച്ച് അതേപോലെ തന്നെ സ്വർഗത്തിന്റെ അനുഭൂതികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുന്ന രംഗങ്ങള് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ നരകശിക്ഷ ലഭിക്കുന്നവരെ കുറിച്ച് ചോദിക്കുകയാണ് ജിബ്രീലിനോട് പ്രവാചകൻ, മൻ ഹൗലായി, ആരാണ് അക്കൂട്ടര്, ആരാണ് തീക്കനൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരെ ചൂണ്ടിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അനാഥകരുടെ സമ്പത്ത് അന്യായമായി ഭുജിച്ചവരാണ് അള്ളാഹുവിന്റെ റസൂലെ, അവര് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നവരെ തീയാണ് വയറിൽ നിറക്കുന്നത് എന്നാൽ അതിന്റെ പ്രാക്ടിക്കൽ രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൃഷ്ടാന്തം കണക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തതും ജിബ്രീൽ വിശദീകരിച്ചു കൊടുക്കുന്നതും. പിന്നെ വലിയ വയറുമായുള്ള ചില വ്യക്തികൾ, കുടവയറന്മാരായ ആളുകൾ, അവർക്ക് നീങ്ങാനും കഴിയുന്നില്ല, നിരങ്ങി നിൽക്കുകയാണ്, വല്ലാത്ത പ്രയാസങ്ങളിലാണ്. ആരാണ് അവർ എന്ന് ചോദിക്കുമ്പോൾ പലിശ ഭുജിച്ച ആളുകളാണ്, പലിശ അധിഷ്ഠിതമായി ജീവിച്ച ആളുകളാണ് എന്ന് പറയാം. പിന്നെ മറ്റൊരു വിഭാഗം ദുർഗന്ധം വമിക്കുന്ന മാംസവും നല്ല മാംസവും ഉണ്ട്. അതിൽ ദുർഗന്ധം വമിക്കുന്ന മാംസം ഭക്ഷിക്കുകയാണ്. അവരങ്ങനെ തീയുള്ള ഒരു കുഴിയിലേക്ക് കയറുന്നു, ഇറങ്ങുന്നു, അതിൽ വെച്ച് കത്തിക്കപ്പെടുകയാണ്. ആരാണ് അവർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹലാലായ ഇണജീവിതത്തിൽ നിന്ന് ഹറാമായ വ്യഭിചാരത്തിലേക്ക് പോയ ആളുകളാണ്. അതിന്റെ തിക്തഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം കൊണ്ടുവരപ്പെടുകയാണ്, കാണിക്കപ്പെടുകയാണ്. തീ കൊണ്ട് കത്രിക ഉപയോഗിച്ച് ചുണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് മൻ ഹൗലായി, ജിബ്രീലെ ആരാണ് അവർ എന്ന് ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന, ഖുതുബ പറയുന്ന, പ്രസംഗം നടത്തുന്ന, സംഘടനാ പ്രവർത്തനം നടത്തുന്ന, ദഅവത്ത് നടത്തുന്ന ഉപദേശകന്മാരായ ആളുകളുടെ ഒരു കൂട്ടമാണത്. കാരണം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താത്തവരാണ് അവര്. ജനങ്ങളെ നിങ്ങൾ നന്മയിലേക്ക് നയിക്കുകയും പുണ്യങ്ങൾ പഠിപ്പിക്കുകയും നിങ്ങളിൽ അത് മറന്നു കളയുകയും ചെയ്യുന്നു എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് പടച്ചറബ് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞ് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷയാണത് എന്ന്. അതേപോലെ മറ്റൊരു വിഭാഗം പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ്, മൻ ഹൗലായി എന്ന് ജിബ്രീൽ വിശദീകരിക്കുകയാണ്. ആരാണ് ആ വിഭാഗം? ചെമ്പിന്റെ നഖം കൊണ്ട് സ്വയം ശരീരം മാന്തി കീറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ജിബ്രീൽ അത് എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയവരാണത് എന്ന്. മറ്റുള്ളവരെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, പച്ചമാംസം സഹോദരന്റെ മാംസം കഴിക്കുന്നത് മരിച്ച സഹോദരന്റെ മയ്യത്തിൽ നിന്ന് മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. അസാന്നിധ്യത്തിൽ ഒരു സഹോദരനെ കുറിച്ച് അവന്റെ ന്യൂനതകൾ ചിക്കിച്ചികഞ്ഞ് സംസാരിച്ച് പരദൂഷണത്തിലൂടെ പറഞ്ഞ് പരത്തുന്നത് എന്ന്. അതിന്റെ പ്രാക്ടിക്കൽ രൂപമാണ്. ഇരുമ്പിന്റെ നഖം കൊണ്ടതാ അവര് സ്വന്തം മാംസം പിച്ചു ചീന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമാനക്ഷതം വരുത്തുന്ന ആളുകൾക്കുള്ള വലിയ ശിക്ഷയെ കുറിച്ചാണ്. അതേപോലെ തന്നെ സ്വർഗത്തെ കുറിച്ചും, സ്വർഗത്തിന്റെ മണ്ണ് കസ്തൂരിയും സ്വർഗത്തിലെ പഴയ പുറ്റുകളും മുത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട റൂമുകളും, ഇങ്ങനെ അത്ഭുതകരമായ ആകർഷണീയമായ ആശങ്കാജനകമായ കാഴ്ചകളൊക്കെ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നു എങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. അങ്ങനെ പ്രവാചകൻ അതേ രാത്രിയിൽ തന്നെ മക്കയിൽ തിരിച്ചെത്തുകയാണ്. പിറ്റേ ദിവസം ജനങ്ങളോട്, മക്കയിലുള്ളവരോട്, നിവാസികളോട് പറയുകയാണ്, അവരിൽ പലരും തമാശയാക്കുന്നു, നിഷേധിച്ച് തള്ളുന്ന ആളുകൾ, പ്രവാചകനെ പരിഹസിക്കുന്ന ആളുകൾ. അബൂജഹൽ വരികയാണ്, കൂടുതൽ പരിഹാസത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. പ്രവാചകന്റെ ആ വിവരണത്തിലെ ശങ്കിച്ച ആളുകൾ അവർ സിദ്ദീഖുൽ അക്ബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. പ്രവാചകൻ ഇങ്ങനെ ചിലത് പറയുന്നുണ്ട്, ഇസ്രാ മിഅ്റാജ് എന്ന് രാപ്രയാണം ചെയ്തു, അതേപോലെ തന്നെ ആകാശത്തേക്ക് പോയി, അതേ രാവിലെ തന്നെ തിരിച്ച് ഇവിടേക്ക് എത്തി എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുക്കുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ആകാശ ലോകത്ത് നിന്ന് പ്രവാചകന് വരുന്ന വഹിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞതിൽ സദഖതു ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ലാതെ ഞാനിതാ സത്യപ്പെടുത്തി വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു. അന്നു മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് എന്ന അപരനാമം കൂടി കിട്ടിയത്. സത്യപ്പെടുത്തിയവൻ, യാതൊന്നും ആലോചിക്കാതെ സർവാത്മന
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിബദ്ധത കാണിച്ച് ആ കാര്യങ്ങളെ സത്യപ്പെടുത്തി എന്നതിന്റെ പേരിൽ, അതുകൊണ്ട് ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ വിശദീകരിക്കപ്പെട്ട വലിയ ഒരു സംഭവം, അതിൽ നിന്നുള്ള പാഠങ്ങൾ, അതിന്റെ ആത്മീയ തലങ്ങൾ, സംസ്കരണ മൂല്യങ്ങൾ, ധാർമ്മിക വിശുദ്ധികൾ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ നിസ്സഹായ നിമിഷത്തിൽ ഈ ആകാശങ്ങളും അതിനപ്പുറവുമുള്ള അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് ദഅവത്തിനും ഈമാനിനും തൗഹീദിനും കൂടുതൽ യഖീനും സ്ഥിരതയും ദൃഢതയും ഒക്കെ പകർന്നു കൊടുത്ത സംഭവം തീർച്ചയായും പാഠം തന്നെയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള വിശുദ്ധിയും വിജ്ഞാനവും നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ദൃഷ്ടാന്തമായി തീർന്ന ഇസ്രാ മിഅ്റാജ് അത് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരം കൊണ്ട് തന്നെയാണ്. ചില ആളുകൾ അതൊരു സ്വപ്ന, ഒരു ആത്മീയ യാത്രയാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്, പറയാറുണ്ട്. അത് ചിലവരൊക്കെ ആ രൂപത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് അത്ഭുതമായി തീരണമെങ്കിൽ, മുഅ്ജിസത്തായി തീരണമെങ്കിൽ ശരീരം കൊണ്ടുള്ള യാത്ര തന്നെയാകണം. അതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തിലാണ് എങ്കിൽ അതൊരു വലിയ ദൃഷ്ടാന്തമായി അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തു യാസീനിൽ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ പടച്ചിറപ്പ് അറിയിച്ചത്, ഇന്നമാ അറാദ ശൈഅൻ, തീർച്ചയായിട്ടും അള്ളാഹു ഒരു കാര്യം അത് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അത് കൽപ്പിച്ചു കഴിഞ്ഞാൽ കുൻ ഫയക്കുൻ എന്നാൽ അത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ തൽക്ഷണം ഉണ്ടാകുകയാണ്. ആ അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിലുള്ള കാഴ്ചകൾ കാണിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ, സാധ്യമല്ലാത്ത ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശരീരം കൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഇസ്രാ നടത്തിയിട്ടുള്ളതും അതേപോലെ തന്നെ മിഅ്റാജ് നടത്തിയിട്ടുമുള്ളത്. ഇനി ഇത് റജബിലേക്കാണ്, തുടക്കത്തിൽ സൂചിപ്പിച്ചു. റജബിലാണ് എന്നതിന് ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമില്ല, എങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് മാത്രം. പക്ഷെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ മാസത്തിൽ റജബില് പല രൂപത്തിലുള്ള അനാചാരങ്ങൾ ഇസ്രാ മിഅ്റാജിനോട് പിന്നെ അഡീഷണൽ ആക്കി, അതിനോട് അക്കോർഡിംഗ് ആക്കിക്കൊണ്ട് അതിനെ കണക്ട് ചെയ്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആചാരങ്ങളിൽ മിഅ്റാജ് ആഘോഷം റജബ് 27 കാത്തിരിക്കുകയാണ്. റജബിലാണോ എന്ന് തന്നെ സംശയമാണ്. പിന്നീട് റജബ് 27 എന്നതിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന് റഗായിബ് നമസ്കാരം, 100 റക്അത്തിൽ ഒരു പ്രത്യേക നിസ്കാരം. അതേപോലെ തന്നെ റജബ് 27 പ്രത്യേക നോമ്പ്. പിന്നെ നമ്മൾ നേർച്ച 1-2 ഖുതുബകളിലായി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു നേർച്ച, റജബിൽ മിക്കവാറും നേർച്ചകൾ പലതും നടക്കാറുണ്ട്. എന്നാൽ റജബ് നേർച്ച, മിഅ്റാജ് നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് റജബ് 27 മിഅ്റാജ് നേർച്ച സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ റജബില് പ്രത്യേക ഉംറ എന്ന് പറയുന്ന ഒരു രീതി. ഇതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. പണ്ഡിതന്മാർ ഇബ്നു ഹജർ അസ്ഖലാനി, ഇസ്ലാമിക ഉമ്മത്തിലെ എല്ലാ സംഘടനകളും എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന, ബുഖാരിക്കൊക്കെ ശറഹ് എഴുതിയ, ഫതുഹുൽ ബാരി രചിച്ച ഇബ്നു ഹജർ അസ്ഖലാനി റജബിലെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ അപ്പൊ ഈ അനാചാരങ്ങൾ ഇതിലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഒന്നുകിൽ ദഈഫ്, ദുർബലാണ്, അതല്ലെങ്കിൽ മൗദൂഅ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ മിഅ്റാജിനെ ആഘോഷമാക്കി തീർക്കാൻ പ്രവാചകന്റെ കൽപ്പനയില്ല. മിഅ്റാജിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജീവിച്ചിട്ടുണ്ട്, അവർ മിഅ്റാജ് ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ റഗായിബ് എന്ന പേരിൽ 100 റക്അത്ത് പ്രത്യേക നമസ്കാരം പ്രവാചകൻ നിർവഹിച്ചിട്ടില്ല. സുന്നത്ത് നിസ്കാരമായിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുക, ളുഹാ നമസ്കരിക്കുക, റവാത്തിബ് നിസ്കരിക്കുക, പള്ളിയിൽ കയറിയ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, രാത്രി നമസ്കാരം, ഇങ്ങനെ ഹദീസുകളിലൂടെ ഓതന്റിക്കായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നമസ്കാരങ്ങൾ തന്നെ സുന്നത്തായിട്ടുണ്ട്. അത് തന്നെ അത് ആഗ്രഹിക്കുന്നവർ നിർവഹിക്കുക. അതല്ലാത്ത ബിദ്അത്ത് അങ്ങനെ വന്നിട്ടുള്ള നമസ്കാരങ്ങളുടെയോ ആഘോഷങ്ങളുടെയോ ആവശ്യമില്ല. അതേപോലെ റജബ് 27 പ്രത്യേക നോമ്പ്,
ബിദ്അത്താണ്. പ്രവാചകൻ നോറ്റിട്ടില്ല, സഹാബികൾ നോറ്റിട്ടില്ല. അങ്ങനെ സുന്നത്ത് നോമ്പ് നോറ്റുകൊണ്ട് പ്രവാചക സുന്നത്തിന് അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നോൽക്കുക, അറഫ നോമ്പ് നോൽക്കുക, അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസങ്ങളിലെയും മധ്യത്തിൽ നിർവഹിക്കുന്ന 3 നോമ്പുകൾ നിർവഹിക്കുക, അതുപോലെ തന്നെ ശവ്വാലിൽ 6 നോമ്പ് നിർവഹിക്കുക. ഇങ്ങനെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകളുണ്ട്. അത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യം ലഭിക്കും. അതേപോലെ തന്നെ നേർച്ച എന്ന പേരിൽ ഒരു പുണ്യകർമ്മം സ്വന്തത്തിൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയല്. അതിന് മെഹറാജായിട്ട് ബന്ധമില്ല, മറ്റുള്ളത് ഇതൊന്നും ബന്ധമില്ല എന്നുള്ളത് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവ മെഹറാജ് നേർച്ച, അന്ന് പ്രത്യേക മൗലിദ്, അത് വിവിധ ശുഹദാക്കളുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രമാണങ്ങളില്ലാത്തത് കൊണ്ട് അസ്ഥാനത്താണ്, അവഗണിക്കണം, മാറ്റി നിർത്തണം. പ്രവാചകൻ ചെയ്യാത്തത് ചെയ്തു കഴിഞ്ഞാൽ ശരീഅത്തിൽ പുതിയത് നിർമ്മിക്കുന്നത് തുല്യമായിരിക്കും. അതേപോലെ റജബില് പ്രത്യേക ഉംറ പാക്കേജുകൾ സംഘടിപ്പിക്കുക, വാട്സപ്പിലൊക്കെ ചെയ്ത് റജബിലെ ഉംറ എന്ന് പറഞ്ഞ്. എന്നാൽ ഹദീസിൽ നേർക്കുനേരെ വന്നു എങ്ങനെ? പ്രവാചകൻ റജബിൽ ഉംറ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റജബില് പ്രവാചകൻ ഉംറ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. പിന്നെ പ്രത്യേക പുണ്യം ഉംറക്ക് ഏതെങ്കിലും മാസത്തിൽ ഉണ്ട് എങ്കിൽ അതും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് റമളാനിലെ ഉംറയാണ്. റമളാനിലെ ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അവ ഇല്ലാത്തത് നമ്മൾ നിർവഹിക്കേണ്ട ആവശ്യമില്ല. ഇയ്യാക്കും വൽ മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ മതത്തിൽ ആരാണോ പുതിയത് ഉണ്ടാക്കുന്നത് എന്റെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് എല്ലാ ഖുതുബയുടെയും ഹംദിന്റെ അവസാന സമയത്തും പറയാറുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല, പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ വഴികേടിലേക്കാണ് നമ്മെ എത്തിക്കുക. അതുവഴി സമ്പത്ത് നഷ്ടപ്പെടും, സന്മാർഗം നഷ്ടപ്പെടും, അതുപോലെ തന്നെ സുന്നത്ത് നഷ്ടപ്പെടും, ബിദ്അത്തിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് തൗഹീദിന്റെ, സുന്നത്തിന്റെ, ഹലാലിന്റെ, പ്രവാചക ചര്യയുടെ കൂടെയായിരിക്കണം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ അത്ഭുതകരമായി പ്രവാചകന്മാരിലൂടെ കാണിച്ച ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിന്നിലേക്ക് അടുക്കുന്നവരെ നീ സംരക്ഷിക്കുന്നതിൽ നിന്ന് അല്ലാഹുവെ പ്രതീക്ഷയോടെ തൗഹീദ് യഖീനാക്കി മുന്നോട്ട് പോകുന്ന മുവഹിദുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവെ, പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും സമയ സന്ദർഭങ്ങളിൽ എല്ലാം നിന്നിൽ വരമേൽപ്പിച്ചുകൊണ്ട് തവക്കുലോടെ ജീവിക്കുന്ന മുതവക്കിലീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തിയുടെ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് നീ സമാധാനം നൽകണമേ നാഥ. അല്ലാഹുവേ, ഗസ്സക്ക് നീ തിരിച്ചുവരവ് പ്രദാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. പ്രാർത്ഥനകൾ സാഫല്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാൽ, പക്ഷേ സയനിസ്റ്റുകൾ കുതന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാൽ, വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാൽ, വികാരമില്ലാത്തവരാണ് വെസ്റ്റ് ബാങ്കുകാരി എന്ന് ലോകം പോരിശ പറഞ്ഞിട്ട് പോലും ആ മനുഷ്യരെയും ഉന്മൂലനത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാൽ, ഇടപെടലുകൾ നടത്താത്തവർക്ക് നീ ഇസ്സത്തും വിവേകവും നൽകണമേ നാഥ. അല്ലാഹുവേ, സയനിസത്തിന്റെ കുതന്ത്രങ്ങളെ നിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നീ തകർക്കണമേ നാഥ. അല്ലാഹുവേ, മരണപ്പെട്ടവർക്കും കൊല്ലപ്പെട്ടവർക്കും നീ ഷഹാദത്ത് നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. കോഴിക്കോടുള്ള ഒരു സഹോദരി മരണപ്പെട്ടു, പ്രാർത്ഥന കൂസിയത്ത് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലുമൊക്കെ ഇതിനകം മരണപ്പെട്ടവര് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന